2010 കേട്ടന് ബ്ലാക്ക് കേട്ടന് 1000cc എഞ്ചിനാണ്. ഇത് നമ്മൾ 1,50,000 രൂപ ചോദിക്കുന്നത്. എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് 2014 മോഡൽ LXi 76,000 കിലോമീറ്റർ ഓടി. നമുക്ക് 2.15 കൊടുക്കാം. വണ്ടിന്റെ ക്വാളിറ്റി നോക്കിങ്ങള്. ഞാനിപ്പോ ഇന്ത്യയിൽ അടിപൊളിയാണ്, എക്സിൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും മൈനോട്ട് ഉണ്ടെങ്കിൽ ഒരാപാകതയില്ല. ട്രാവൽ കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 100 രൂപയ്ക്ക് ലോൺ കൊടുക്കാം. 2 രൂപ 50,000 രൂപന്റെ വണ്ടി നോക്കിക്കള്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 16,000 കിലോമീറ്റർ ഓടി. 16,000 കിലോമീറ്റർ ആകെ 16,000 ഓടി സിംഗിൾ ഓണർഷിപ്പ്. ഒരു ഉറുപ്പ്യം വേണ്ട, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. പൈസ ഒന്നും വേണ്ട, ഡോക്യുമെന്റ് വേണോ? ഡോക്യുമെന്റ് വേണം. ഒരു ഉറുപ്പ്യ അല്ലാതെ ക്യാഷ് തരണ്ട, ഒന്നും തരണ്ട. ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് കസ്റ്റമർ വിളിക്കും. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 50 റുപ്യന്റെ ആയാലും 60 റുപ്യ 40 റുപ്യന്റെ ആയാലും അത് ക്വാളിറ്റി ചെയ്ത് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. അങ്ങനെ വീണ്ടും നമ്മളെ കോഴിക്കോട് കോവൂരിലെ എക്സോട്ടിക് ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാറുകൾ ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളുള്ളത്. അൾട്ടോ 2009 മോഡല് 1.10 കാറിലാണ് ചോദിക്കുന്നത്. എന്താ ഉഷാറില്ലാത്തത്? ട്രാവലിംഗിനുള്ള കാലത്തോളം നമുക്ക് ഒരു ഉഷാറും ഇല്ല. അടിച്ചു പൊളിച്ചു പോകും. ഓഫർ ഉണ്ടോ? ഓഫർ ഇല്ല. മാക്സിമം റേറ്റ് കുറച്ച് അടുത്തേക്ക് വരാൻ അധികം ആൾക്കാരും പ്രതീക്ഷ വെക്കുന്നത് നല്ലൊരു വണ്ടി റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് കസ്റ്റമർ വിളിക്കും. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 50 റുപ്യന്റെ ആയാലും 60 റുപ്യ 40 റുപ്യ ആയാലും അത് ക്വാളിറ്റി ചെയ്ത് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ കൂടുതലുള്ള ആൾക്കാർ ആഗ്രഹം അതല്ല വെറുതെ ഒരു കസ്റ്റമർ 50 റുപ്യ വണ്ടി വാങ്ങി കൊടുക്കുന്ന പരിപാടി എക്സോട്ടിക്. കാരണം ഏതൊരു വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം. ഫുള്ള് പൂർണ്ണമായും ചെക്ക് ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ വണ്ടി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിന്റെ മൈനോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഷൗക്കത്ത് ഭായ് ആണെങ്കിലും ഒരു ഫുള്ള് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. എന്നാലും ചിലതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടെല്ലാം പഠിച്ച് നമുക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ വന്ന് അവര് നോക്കിയിട്ട് പരമാവധി എടുക്കുക. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഒരുപാട് കസ്റ്റമർ ട്രാവൽ കിങ്ങിന്റെ മുഫ്താർ ഭായിന്റെ പേര് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഓർക്കൊരു പിക്സലോട്ട് എന്ത് ചെയ്യാണ് NRIസിനും നാട്ടിലൊക്കെ കൊടുക്കാണ്. നല്ല സപ്പോർട്ടുണ്ട്, നല്ല സപ്പോർട്ടാണ്. അത് കേട്ടാ മതി. പിന്നെ അതേപോലെ തന്നെ ഗൾഫത്തെ വാങ്ങി തന്നെ നാട്ടിൽ നല്ല ചൂടല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാക്സിമം ആ ഉച്ച ഒരു 12 മണി മുതൽ 2 മണി വരെ മാക്സിമം പുറത്തിറങ്ങാതെ നിൽക്കുക, നല്ല വെള്ളം കുടിക്കുക. നിങ്ങൾ ഉഷാറായി ഇന്നാലോട് നമ്മളൊരു ഉഷാറാവാ അല്ലേ? അപ്പൊ തുടങ്ങല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 2009 ആൾട്ടോ നാട് തുടങ്ങാം. 2009 ഓൾട്ടോ LXi ഡീറ്റെയിൽസ് 95,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വൈറ്റ് വണ്ടി. കേരള 57 നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. 1,10,000 രൂപ കൊടുക്കാം. 1,10,000. അത് 2024 നവംബർ വരെ പേപ്പറും കാര്യങ്ങളുണ്ട്. ലോൺ കയറോ? ലോണ് കയറൂല. നമുക്ക് 1,10,000 ചോദിക്കുന്നത്. 1,10,000 ഇനി റേറ്റ് ഞാൻ ഇങ്ങോട്ട് നെഗോഷിയേറ്റ് ചോദിക്കരുത്. 1,10,000 നമുക്ക് വേണമെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കരുത്. വണ്ടി ക്ലീൻ ആണ് മുഫ്താർ ഭായി. വണ്ടി ക്ലീൻ, ഒന്നും പറയില്ല. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് 2009 തന്നെയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർ 82,000 കിലോമീറ്റർ ഓടിയ AC പവർ സ്റ്റിയറിംഗ്. അതേപോലെ തന്നെ സീറ്റ് കവർക്ക് നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. നമുക്ക് ഒരു 1,10,000 ഇതിന് കൊടുക്കാം. 1,10,000 അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? നല്ല വണ്ടിയാണ്. രണ്ടും നല്ല വണ്ടി. വൈറ്റും ബ്ലൂവും നല്ല വണ്ടി. ബ്ലൂ നല്ല കാണാൻ രസമുള്ള വണ്ടിയാണ്. പിന്നെ ഈ വൈറ്റിന്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ടല്ലേ, സ്ക്രാച്ച് കാര്യങ്ങള്. 2009 അല്ലേ? 2009. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ആൾട്ടോ കേട്ടനാണ് വരുന്നത്. 2010 കേട്ടന് ബ്ലാക്ക് കേട്ടന് 1000cc എഞ്ചിനാണ്. ഇത് നമ്മൾ 1,50,000 രൂപ ചോദിക്കുന്നത്. എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കേരള 58 സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 62,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഈ പ്രൈസ് 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 1.5 ലക്ഷം രൂപ. ഇത് വേണം നമുക്ക് മഹീന്ദ്ര ഫിനാൻസ് എന്ത് ചെയ്യാം, എത്ര കൊടുക്കാം? ലോൺ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു ഉറുപ്പ്യ കിട്ടാൻ മതി. ഒരു 50,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം. പക്ഷെ മാക്സിമം ലോണിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ആണെങ്കിൽ അത്രക്കും നല്ലത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോണ് പ്രത്യേകിച്ച് എക്സോ ഡ്രൈവ് എന്ത് ചെയ്യുന്നില്ല,
പ്രയോറിറ്റി കൊടുക്കുന്നത് മാക്സിമം റെഡി ക്യാഷ് കാരണം അത് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രയാസം നമ്മൾ കണ്ടോണ്ടിരിക്കുക. അത് മാത്രമല്ല ലോൺ ക്ലോസിംഗ് സമയത്തുണ്ടാണ് കസ്റ്റമർ പ്രോസസിംഗ് ഒക്കെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ്. അതുകൊണ്ടാണ് ലോൺ ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ എടുക്കാൻ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് 2014 മോഡൽ LXI 76,000 കിലോമീറ്റർ ഓടി നമുക്ക് 2.15 കൊടുക്കാം. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതൊരു 40,000 രൂപയുടെ കസ്റ്റമർക്ക് വണ്ടി ഇറക്കാം. 40,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇത് എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടോ? കസ്റ്റമർ വന്നോട് ഉത്തർ ഭായി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാണ്ട് കുറച്ച് വണ്ടികൾ പോയില്ലേ? അപ്പൊ നമ്മളെല്ലാം വണ്ടി ചവിട്ടി പിടിച്ച് നിൽക്കുന്നില്ലല്ലോ. അപ്പൊ പരമാവധി നമ്മൾ നോക്കിയിട്ട് ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന കിഡ് റിനോൾട്ട് കിഡ് 2017 മോഡൽ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഓപ്ഷൻ. ഓക്കെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. എത്ര ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് 16,000 കിലോമീറ്റർ ഓടി. 16,000 കിലോമീറ്റർ ആകെ 16,000 ഓടി സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഒരു ഉറുപ്പ്യ വേണ്ട, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. പൈസ ഒന്നും വേണ്ട. ഡോക്യുമെന്റ് വേണോ? ഡോക്യുമെന്റ് വേണം. ഒരു ഉറുപ്പ്യ അല്ലാതെ ക്യാഷ് തരണ്ട. ഒന്നും തരണ്ട. ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ക്ലിയർ ആവണം. അല്ലെങ്കിൽ 10-30,000 രൂപ പ്രൈസ് വലിയ ചോദ്യം ചോദിക്കില്ല. 2,70,000 രൂപ ചോദിക്കും. കസ്റ്റമർ വന്നോട്ടെ, പരമാവധി ഞാൻ ചെയ്തു കൊടുക്കും. വണ്ടി നോക്കിങ്ങള് അത്രയും ക്ലീൻ വണ്ടിയാ, അത്രക്കും വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടിയാ. ചെറിയ മൈനോട്ട് സ്ക്രാച്ച് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്, ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫുൾ ഓൺ എടുക്കാം. ഫുൾ ഓൺ എടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2021 18,000 കിലോമീറ്റർ ഓടി. എത്ര? 2021 18,000 ഓടി. 18,000 കിലോമീറ്റർ ഓടി. 1000 cc എഞ്ചിൻ. 1000 cc RXT ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോട് വണ്ടി. ഡോക്യുമെന്റ് മാത്രം നന്നായി, പൈസ വരണ്ട. ഡോക്യുമെന്റ് മാത്രം മതി. ട്രാക്ക് കറക്റ്റ് ആണോ, വണ്ടി ഡെലിവറി എടുക്കും. ഇവിടുന്ന് എടുക്കാം അല്ലേ? ഡെലിവറി എടുക്കും. ഓക്കെ. എത്ര ചോദിക്കുന്ന പ്രൈസ്? 395. 395. ഇങ്ങനെ നെഗോഷിയല്ല. പുതിയ ഇൻഷുറൻസ് ഞാൻ എടുത്തു കൊടുക്കണം കസ്റ്റമർക്ക്. അതെന്തായാലും അയാൾക്ക് ലോൺ ഫുൾ ലോൺ ആണെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഏകദേശം ചാലുമായി റെഡി ആവും. ഓംനി 2010 മോഡൽ. 2010 8 സീറ്റ്. ഇതിപ്പോ ജൂൺ 1 മുതൽ കുറെ ആൾക്കാർ ഒമ്നി തപ്പി നടക്കും. സാധാരണക്കാരായ ആളുകൾ എന്താ പറയാ, സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ, അതേപോലെ എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് പലരും വരാറുണ്ട് നമുക്ക്. അതേപോലെ ഒരു തൊഴിലായി വരുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാം ഒരു 1.10 കൊടുക്കാം. 2010 ഒമ്നി പെട്രോൾ. LPG ഇല്ല. 8 സീറ്റ്. ഇതെന്നോ, ഇത് ഒരു ജീവിതമാർഗമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അങ്ങനത്തെ ഒരു കഷ്ടപ്പാടുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒമ്നിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ജീവിതമാർഗം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇത് കൊണ്ടുവന്നത്. എന്തെങ്കിലും കച്ചവടമായിട്ടോ അല്ലെങ്കിൽ വേറെ ബിസിനസ് ഒക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. 1.10 ചോദിക്കേണ്ടതും ചെറുതായിട്ട് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം. ഏട്ടന്റെ യാരിസ് ഓട്ടോമാറ്റിക് അല്ല വരുന്നത്. 2019 പെട്രോൾ ഓട്ടോമാറ്റിക്. 2019. എത്രാം ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ മാത്രം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കി എന്നോട് ചോദിക്കാൻ നോക്കിങ്ങള് വണ്ടി ക്വാളിറ്റി നോക്കിങ്ങള്. അല്ല, ഞാനിപ്പോ ഇന്ത്യയിൽ അടിപൊളിയാണ്, എക്സ്റ്റീരിയർ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും മൈനോട്ട് ഉണ്ടെങ്കിൽ ഒരാഭാഗതയില്ല. ട്രാവൽക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? 10,500 രൂപ. 10,500 രൂപ. എത്ര ലോൺ വരും? ഇത് നമുക്ക് 6.5 രൂപ ലോൺ എടുക്കാം. 6 ലക്ഷം രൂപ ലോൺ കയറും. ഒരു 10,000 ചോദിക്കുന്നത്. അതായത് ഒരു 3.25-4 ലക്ഷം രൂപ വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ, ചെറിയൊരു പൈസ കൂട്ടണം അല്ലേ? എല്ലാത്തിനും എങ്ങനെ ചോദിച്ചാലോ? ഞാൻ മാക്സിമം ചോദിക്കാണ്. അല്ല, കസ്റ്റമർക്ക് വേണ്ടി ചോദിച്ചാൽ കസ്റ്റമർക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കണം. പക്ഷെ യാരിസിനെ പോലത്തെ ഒരു വണ്ടിയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചൊരു മിഡിൽ ക്ലാസ് വീഡിയോ കാണുന്ന NRIs കസ്റ്റമർ അല്ലേ? ഫോർഡ് ഫിസ്റ്റയിലേക്ക് പോവാം നമുക്ക്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 മോഡൽ. 2012 മോഡൽ. 53,000 കിലോമീറ്റർ ഓടി. 53,000 കിലോമീറ്റർ. ആകെ 53,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുമില്ല. എത്രാം ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? 53 ഓടി. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ എന്താ പാട്? അടിപൊളി, പൊളി, നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണല്ലോ. പൊളി വണ്ടി. നല്ല വൃത്തിയുള്ള, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. ഇത് എങ്ങനെ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? 2 രൂപ കൊടുക്കാം. 2 രൂപ നെഗോഷ്യബിൾ ആണോ പ്രൈസ്? എന്തെങ്കിലും ചെയ്യാം, കൂടുതൽ ചോദിക്കാം. 2 രൂപ കൊടുക്കാം. 2 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എത്ര ലോൺ വരും? ക്ലീനാ. 1.5 രൂപ ലോൺ. ചിലപ്പോൾ വീഡിയോ ഇറങ്ങിയാൽ 1.5 രൂപയ്ക്ക് ലോൺ കൊടുക്കാം.
2 രൂപ 50,000 റുപ്യന്റെ വണ്ടി നോക്കിക്കള്. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടിയാ. ഇനിയിപ്പോ നെക്സ്റ്റ് എത്തിയോസ് വരുന്നുണ്ട് ടൊയോട്ടന്റെ. എത്തിയോസ് 2018 19 20 19 രജിസ്ട്രേഷൻ 20 ഡെലിവറിയാ. ഓക്കെ. എത്ര ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടി VD ഡീസൽ വേരിയന്റ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇൻഷുറൻസിൽ എനിക്ക് തോന്നുന്നു 6 ലക്ഷം റുപ്യ ലോൺ അവൈലബിൾ ആണ്. ഞാൻ ചോദിക്കുന്നത് 8,40,000 റുപ്യ. 8,40,000. ഇത് സിംഗിൾ ഓണർ. 8,40 ചോദിക്കുന്നത്. എത്ര ലോൺ കയറും? 6 ലോൺ എടുക്കാം. 6 ലോൺ എടുക്കാം. 2,40,000 വണ്ടി വരുന്നത്. എത്തിയോസ് വണ്ടി 5 ലക്ഷം കിലോമീറ്റർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഒരു 2.5 ലക്ഷം രൂപ വണ്ടി വരുന്നത്. ഓക്കെ. സെലറിയ വരുന്നുണ്ട്. സെലറി വരുന്നുണ്ട്. സെലറി ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ചോദിച്ച ഓർമ്മ ഉണ്ടോ? വണ്ടി ഇല്ല കിട്ടാൻ. നല്ല ഡിമാൻഡാ. ഞാൻ ഡിമാൻഡ് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് പൊങ്കാല എടുക്കും കമന്റ്. 2000 വേണ്ടെങ്കിൽ വരണ്ട. നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഓട്ടോമാറ്റിക് 2 ഉള്ളൂ. ഒന്ന് വലിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്. ഇത് 2015 വണ്ടി. ഓട്ടോമാറ്റിക് സെലേരിയോ. സെക്കൻഡ് ഓണർഷിപ്പ്. 29,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ. 29,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. കാര്യങ്ങളൊക്കെ 4,20,000 റുപ്യ. 4,20,000. എത്ര 3 റുപ്യ കൊടുക്കാം. 1,20,000 ഉണ്ടെങ്കിൽ 2005 ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി ഇന്ത്യയിൽ കാണിച്ചെടുക്കും. ഇന്ത്യയിലൊക്കെ അടിപൊളി ഇന്ത്യയിലല്ലേ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള LCD സെറ്റ്, സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, ബാക്ക് റിവേഴ്സ് ക്യാമറ ഒക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്താ. ഇത് നമുക്ക് 2009 ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. ഫിയസ്റ്റ ഡീസൽ ഓൾഡ് മോഡലാണ്. നമ്മളിപ്പോ കണ്ട ന്യൂ ഷേപ്പ് ആണ് പെട്രോള്. ഇത് ഡീസലാണ്. അത് പെട്രോൾ ആണ്. നേരത്തെ കണ്ട പെട്രോൾ ആണ്. ഇത് ഡീസൽ. 2009. സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോട് വണ്ടി. കിലോമീറ്റർ 1.5 ലക്ഷം. 1,20,000 റുപ്യ. ഒന്നുമില്ല. 1,25. ഡീസൽ എഞ്ചിൻ ഇനി നെഗോസ് ചെയ്യണോ? ഡീസൽ എഞ്ചിൻ ഫോർഡ് ഫിയസ്റ്റ എടുത്ത് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പലപ്പോഴും പറയണം വണ്ടി എടുക്കണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബെൻസ് പറഞ്ഞു, അത് വിറ്റുപോയി. യാരിസ് പറഞ്ഞു. ഇനിയിപ്പോ വണ്ടി എടുക്കി. ഞാൻ വരും, ഒരു ദിവസം വരും. ആയിക്കോട്ടെ, നിങ്ങൾ വരണം, എന്തായാലും വരണം. ഒരു വണ്ടി എന്റെ കൈ കൊണ്ട് നിങ്ങൾ തരൽ വലിയ ആഗ്രഹം. അത്യാവശ്യം ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഓട്ടമുള്ള ഇപ്പോ ഈ ബൈക്കിന് മുകളിൽ അല്ലാതെ കറുത്തു. അപ്പൊ എന്ത് ചെയ്യാ? ഫോർഡ് ഫിയസ്റ്റ പോലെ വണ്ടി എടുക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന മഹീന്ദ്രന്റെ സൈലോ. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2010 മോഡൽ. സെൻട്രൽ AC 7 സീറ്റർ സെൻട്രൽ AC വണ്ടി. ഏതാ ഓപ്ഷൻ വരുന്നത്? E8. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഞാൻ നോക്കി കിലോമീറ്റർ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത്. 1,30,000 തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു സാധാരണ ജീവിക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടി ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, ലോൺ അവൈലബിൾ അല്ല ടാക്സിക്ക്. മറ്റേനാണെങ്കിൽ ചിലപ്പോ ലോൺ കിട്ടിക്കൂടാ. അല്ല, പ്രൈവറ്റ് ടാക്സി ആയിട്ട് വേണം ഉപയോഗിക്കാം. അവിടെ പറഞ്ഞു 1,80,000. ലോൺ കയറൂല. ലോണ് മഹീന്ദ്ര വേണേ ചോദിച്ചു നോക്കാം, അല്ല ശ്രീരാം ഫിനാൻസ് ചോദിച്ചു നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഐട്ടൺ. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2009 ഐറ്റണാണ്. 2009 ഐറ്റൺ. എത്ര ഓണർഷിപ്പാ? ഇത് തേർഡ് ഓണറാ. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 58,000 അതിൽ കാണുന്നത്. 58,000 കിലോമീറ്റർ ഓടി. ഓക്കെ. സിംഗിൾ തേർഡ് ഓണർഷിപ്പ് അല്ലേ? അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യയിലാണ് വരുന്നത്. ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 95,000 റുപ്യ കൊടുക്കാം. 95,000 ലാസ്റ്റ് കൊടുക്കാം. 95,000 2009 ഐറ്റം 95,000 കൊടുക്കാം. ഓക്കെ. നോക്കാണ്ട് ഡ്രൈവർ വേറെ കാര്യമുണ്ട്. ഡ്രൈവർ 7 സീറ്റർ 2022 വണ്ടി. 2022 7 സീറ്റർ 7,500 കിലോമീറ്റർ ഓടി. എത്ര? 6,500 കിലോമീറ്റർ. 6,500 കിലോമീറ്റർ ഓടിച്ച ഡ്രൈവർ. ഇതേതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് ഈ ഡ്രൈവർ നോക്കാൻ പോകുന്നത്. അതായത് പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇവിടേക്ക് വരല്ലേ? എന്തായാലും യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഇവിടേക്ക് വന്നാൽ മതി. ഓക്കെ. അപ്പൊ 7 സീറ്റർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? പ്രൈസ് 2022 ഞാൻ പറഞ്ഞല്ലോ, 2022 ആണ്. 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് പ്രൈസ് 7,500,000 രൂപ. ലോൺ കൊടുക്കാം. ഫുൾ ലോൺ.
ഇതിപ്പോ കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് അങ്ങോട്ട് കൊടുക്കാണ്ടാവോ? ചിലപ്പോൾ ഉണ്ടാവും, ഒരു പക്ഷേ ഉണ്ടാവും. ഒരു മാസം EMI കസ്റ്റമർക്ക് അടയ്ക്കാൻ പറ്റുമോ? ഒരു മാസത്തെ EMI കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അടയ്ക്കാൻ ഉണ്ടാവും. അതിനെക്കാളും നമ്മൾ ഈ പ്രൈസിനെക്കാളും കൂടുതൽ എമൗണ്ട് ലോൺ കിട്ടും. IDV കുറച്ച് കൂടുതലുണ്ട്. അത് മാത്രമല്ല ട്രാക്ക് സിവിൽ ട്രാക്ക് കറക്റ്റ് ആണോ നിങ്ങൾ ഡോക്യുമെന്റ് വന്നോളി. ഡോക്യുമെന്റ് ഇല്ലാത്ത വണ്ടിയൊന്നും ഇല്ലല്ലേ? ഇല്ല, ഡോക്യുമെന്റ് വണ്ടി ഇല്ല. വേണമെങ്കിൽ നമുക്ക് വരുത്തിക്കാതെങ്കിലും ഡോക്യുമെന്റ് ഇല്ലാത്ത വണ്ടി കാറൊക്കെ കൊടുക്കാം നമുക്ക് ഇൻഷാല്ലാ. അപ്പൊ കൊടുക്കുമല്ലേ? പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ കറക്റ്റ് സ്പോട്ട് വരുന്നത് മെഡിക്കൽ കോളേജ് കോവൂരിന് വെറും 300 മീറ്റർ എക്സോട്ടിക് ഡ്രൈവ് ആണ് വരുന്നത്. ഒരുപാട് കാറുകളുണ്ട്. അപ്പൊ ഇതിന്റെ വേറെ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ലോ ബഡ്ജറ്റ് കാർ ചോദിക്കുമ്പോൾ 50 ഉറുപ്പിന്റെയും 30 ഉറുപ്പിന്റെ ഒക്കെ കാറുകൾ കിട്ടാണ്ട്, പക്ഷെ നമ്മൾ ക്വാളിറ്റി വണ്ടികളെ എന്ത് ചെയ്യുന്നുള്ളൂ, കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ. ഈ നോൺ ക്വാളിറ്റി വണ്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പർച്ചേസും ചെയ്യുന്നില്ല, അത് കസ്റ്റമർ സെയിൽ ചെയ്യുന്നില്ല. അത് നമ്മളെ എന്താണ് ഒരു ബ്രാൻഡിൽ നമ്മൾ അതോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കസ്റ്റമർക്ക് എന്നും കംപ്ലൈന്റ് ആയി ഇവിടേക്ക് വരാൻ വേണ്ടിയില്ല, അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്ന വണ്ടിയാണ്. അപ്പൊ അതിലെന്ത് ചെയ്യണം, അയാൾ കുറച്ചു കാലെങ്കിലും വിശ്വാസത്തോടു കൂടി ഓടിക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ മാക്സിമം നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടികളാണ് മൂപ്പര് നോക്കുന്നത്. ഏതൊരു വണ്ടിയാണെങ്കിലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക, പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. ഷക്കുത് ഭായിന്റെ നമ്പർ അടിയിലുണ്ട്. കോവൂരിന് വെറും 300 മീറ്റർ മാറി ലെഫ്റ്റ് സൈഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ആരും അത് മെഡിക്കൽ കോളേജ് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട്. ഷക്കുത് ഭായിനെ വിളിച്ചാൽ മതി. എവിടുന്നാലും വിളിച്ചാൽ ഏത് പാതിരാക്ക് വിളിച്ചാലും ഫോൺ എടുത്താൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ.